അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ക്ലാസ് എടുക്കാൻ പോവാണ്. ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കാം. ബാക്കി ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞു ഒരു ചെറിയൊരു മാലാഖക്കുട്ടി, അവൾ ആകാശത്തുനിന്നും ഭൂമിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരാം. അതിനെ പറിച്ചിട്ടാണ് പറയുന്നത്. ഭൂമിക്ക് ഇറങ്ങിയിട്ടില്ല, അവൾ ആദ്യമായിട്ട് ഓരോ സംഭവങ്ങൾ കാണുന്നതാണ് ഇനി പറയാൻ പോകുന്നത്. ഉസ്നെ, അവൾ കാലേ കാലേ കറുത്ത ബറസ്നെ വാലെ പെയ്യുന്ന, ബറസ്ന എന്ന് പറഞ്ഞാൽ പെയ്യുക, മഴ പെയ്യുക എന്നില്ലേന്നാ പറയുക. അപ്പോൾ ഇതിവിടെ ബറസ്നെ വാലെ പെയ്യുന്ന ബാദൽ, മേഘം, അതായത് കറുത്തിരുണ്ട പെയ്യുന്ന മേഘങ്ങൾ കബി ഒരിക്കലും ദേക്കേഹി കണ്ടിട്ട് തന്നെ നെത്തെ ഇല്ലായിരുന്നു. അതായത് കറുത്ത മേഘങ്ങൾ ഇങ്ങനെ വർഷിക്കുന്നത് അവൾ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. മാത്രമല്ല കബി ഒരിക്കലും കണ്ടിട്ടില്ല. എന്ത് മീന എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം എന്താണ്? മഴ എന്നാട്ടോ, ബാരിഷ് മഴ. ബറസ്തേ പെയ്യുന്നത് ദേക്കാത്ത കണ്ടിരുന്നില്ല. ഇവിടെ ഇപ്പോൾ ദേക്കാത്ത പറഞ്ഞാൽ കണ്ടിരുന്നു എന്നാണ് അർത്ഥം. പക്ഷേ മുമ്പ് കണ്ടോ കബി, അവിടേക്കാണ് പോകുന്നത്. ഒരിക്കലും തന്നെ മഴയും ഇങ്ങനെ ഇതുപോലെ പെയ്യുന്നതായിട്ട് അവൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ജബ് കാലി ഘട്ട, കാലി എന്ന് പറഞ്ഞാൽ കറുത്ത, കാല എന്നാണ് കറുത്ത, അതിന് ശേഷം മുഅന്നസ് ആവുമ്പോൾ കാലീന്നാവും, കുറേ ആവുമ്പോൾ കാലേന്നാവും. അപ്പം ഇവിടെ കാലി ഘട്ട, കറുത്ത മേഘക്കൂട്ടങ്ങൾ ഗിർക്കർ വീണിട്ട് ആയിത്തോ വന്നപ്പോൾ, അതായത് കറുത്ത മേഘക്കൂട്ടങ്ങൾ ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ വീണ് വന്നപ്പോൾ നന്നീ പരി, പാവം ആ കുഞ്ഞു മാലാഖക്കുട്ടി സഹംസീകൈ പേടിച്ചു പോയി, സഹിക്കാൻ കഴിയാതെ പേടിച്ചു പോയി. അപ്പോൾ ഇപ്പോൾ മീനാക്കി ബൂന്തേ, അതായത് മഴയുടെ തുള്ളികൾ പഠനേലകെ വീയാൻ തുടങ്ങി. പഠന വീയുക, ചെന്ന് പതിക്കുക നോക്കാം. പരി, ഈ ചെറിയ മാലാഖ ഗബ്രാക്കർ പേടിച്ചിട്ട് ചില്ലാനേലകി, ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങി, അട്ടഹാസിക്കാൻ തുടങ്ങി. തും മേരെ ഖുബ്സൂറത്തും, നിങ്ങൾ, അതായത് മഴകളെ നിങ്ങൾ, മേരെ ഖുബ്സൂറത്ത്, എൻ്റെ ഭംഗിയുള്ള എന്ന് പറഞ്ഞാൽ ചിറക്, ഖറാബിനെ കറോ നശിപ്പിക്കരുത്, ഖറാബ് കർണ നശിപ്പിക്കുക. നിങ്ങൾ മേരെ ഖുബ്സൂറത്ത്, എൻ്റെ ഭംഗിയുള്ള ചിറക്, ഖറാബിനെ കറോ ഒരിക്കലും നശിപ്പിക്കരുത്. മേരെ പാസെ, എൻ്റെ അടുത്തു നിന്ന്, ദൂരേക്ക് പോകൂ. ബാരിഷ് കെ കിത്തറെ, അങ്ങനെ മഴയുടെ തുള്ളികൾ തമ്ന എന്ന് പറഞ്ഞാൽ അവസാനിക്കുക, വിരാമമിടുക എന്നൊക്കെ. തമേ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പഹ്ലേസെ മുന്നത്തേതിനേക്കാളും, പഹ്ലേസേബി മുന്നത്തേതിനേക്കാളും ജ്യാദ ധാരാളം, സോർസെ ശക്തിയോടെ, ഗിർനേലകെ വീയാൻ തുടങ്ങി. നന്നി പരീക്കെ ഫർ, അങ്ങനെ പാവം ചെറിയ കുഞ്ഞു മാലാഖക്കുട്ടിയുടെ ചിറക് ബേഗ് എറിഞ്ഞിട്ട് ബാരി ഹോഗൈ, അതായത് മഴ അതിലേക്ക് വന്ന് എറിഞ്ഞപ്പോൾ ബാരി ഹോഗൈ ഭയങ്കര ഭാരമായി. അവൾ അബ് ഇപ്പോൾ ഉഡ്നസക്തീത്തി, ഉഡ്ന എന്ന് പറഞ്ഞാൽ ഉയരുക, പറക്കുക. ഉഡ്നസക്തീത്തി പറഞ്ഞാൽ പറക്കാൻ സാധിച്ചിരുന്നില്ല. അതായത് മഴ കൊണ്ടപ്പോൾ ചിറകൊക്കെ ഒന്ന് ഭാരമായപ്പോൾ അതിന് പറക്കാൻ സാധിച്ചില്ല. ആ ചെറിയ മാലാഖക്കുട്ടി റോനേലകി കരയാൻ തുടങ്ങി, നല്ല ഒച്ച കരയാൻ തുടങ്ങി. പാസഹി, എന്നാലോ ആ മാലാഖക്കുട്ടിയുടെ അടുത്തു തന്നെ ഒരു ബൂഡീപ്പരി, ഒരു വൃദ്ധയായ മാലാഖ രഹ്തീത്തി ജീവിച്ചിരുന്നു. അതായത് അവിടെ അടുത്തായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ അതിൻ്റെ അടുത്തായിട്ടൊരു വേറൊരു വൃദ്ധയായ മാലാഖയുണ്ടായിരുന്നു. ഉസ്കാ കാം, അവളുടെ ജോലി ഇതായിരുന്നു. എന്തെന്നാൽ ഭൂലി, മറന്ന്, ബഡ്ക്കി പിയച്ച, പരിയോങ്കി ബഡ്ക്കി എന്ന് പറഞ്ഞാൽ ബഡക്കിന പറഞ്ഞാൽ വൈ പിയക്കുക നോക്കാം. അങ്ങനെ പിയച്ച പരിയോങ്കി മാലാഖകളെ മദത് കർത്തീത്തി, സഹായിക്കലായിരുന്നു. മദത് കർണ പറഞ്ഞാൽ സഹായിക്കലായിരുന്നു. അവൾ പരിയോങ്കോ, മാത്രമല്ല ആ വൃദ്ധയായ മാലാഖ പരിയോങ്കോ മാലാഖകളെ ലിഖിന എഴുതാനും വായിക്കാനും സിക്കാത്തീറ്റി പഠിപ്പിക്കുമായിരുന്നു. സിക്കാന എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ അവൾ ചെയ്യുമായിരുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലെടുക്കുക. എല്ലാവർക്കും ശ്രദ്ധിച്ച് കേൾക്കുക. അസ്സലാമു അലൈക്കും.